തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം കടുപ്പിച്ച് യുഡിഎഫ്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ കൊച്ചുവേളി മുതൽ പൂന്തുറ വരെയുള്ള റോഡ് ഷോയിൽ പ്രതിപക്ഷ നേതാവ് എത്തി. തീരദേശത്ത് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് യുഡിഎഫ് നേതൃത്വം. നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഹിന്ദു സെബാസ്റ്റ്യൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന റോഡ് ഷോയാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, 2015 നിന്ന് 2020 എത്തുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ സീറ്റ് നില പകുതിയായി കുറഞ്ഞു. ഭൂരിഭാഗവും നഷ്ടപ്പെട്ടത് തീരദേശത്തെ സീറ്റുകളാണ്. ഇക്കൊല്ലം അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് യുഡിഎഫിന്റെ ലക്ഷ്യം. പിണറായി വിജയന്റെ പേടി സ്വപ്നമായ നാമധേയം വി.ഡി. സതീശൻ ഇതാ തീരദേശത്ത് നമ്മുടെ വീട്ടുപടിക്കലിലൂടെ കടന്നു വരികയാണ്. 40 നിന്ന് 20 അവിടെ നിന്ന് 10 താഴേക്കിറങ്ങിയ യുഡിഎഫിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനിയൊരു താഴോട്ടിറക്കം താങ്ങാൻ കഴിയില്ല. ഡു ഓർ ഡൈ മത്സരത്തിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. തൊഴിലാളി വിരുദ്ധ സർക്കാർ കേരളം ഭരിക്കുന്നു. അതേ തൊഴിലാളി വിരുദ്ധ നിലപാട് ഈ നഗരസഭ അനുവർത്തിക്കുന്നു. പിന്നെ BJP മോഡിജി വന്ന് വികസന രേഖ പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കട്ടെ, വികസന രേഖ പ്രഖ്യാപിക്കേണ്ട മേയറല്ലേ? ഏത് പാർട്ടിയാണെങ്കിലും വേറെ ജോലിയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരുവനന്തപുരത്തെ തീരദേശത്ത് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി. കൊച്ചുവേളി മുതൽ പൂന്തുറ വരെ സ്ഥാനാർത്ഥിക്കൊപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ടഭ്യർത്ഥന. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തിവെച്ച ക്ഷീണം CPM-നെതിരെ തിരിച്ച് സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയാണ് ലക്ഷ്യം. ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിലെ കതകും കട്ടളയും ദ്വാരപാലക ശില്പവും അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഒരു ഘോഷയാത്ര അത് ആരംഭിച്ചിട്ടേയുള്ളൂ. ഇനി ഒരുപാട് പേര് വന്നു ചേരാനുണ്ട്. യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ തീരദേശ മേഖലയെ കൂട്ടുപിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3-ാം സ്ഥാനത്തു നിന്ന് മുന്നേറാനാകുമെന്നാണ് യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.